കെഎസ്ആർടിസിയിലെ സ്ത്രീകൾക്കുള്ള സൗജന്യ യാത്രയ്ക്ക് ഇനി ഒരു ദിനം മാത്രം. തിങ്കൾ രാവിലെ 8:30 മുഖ്യമന്ത്രി വി.ഡി. സതീശൻ പ്രിയദർശിനി പദ്ധതി ഉദ്ഘാടനം ചെയ്യുന്നത് മുതലാണ് സൗജന്യ യാത്ര അനുവദിക്കുന്നത്. സൗജന്യ യാത്രയ്ക്കായി പാലക്കാട് ജില്ലയിലുള്ളത് 189 സർവീസുകൾ. പാലക്കാട് നിന്നുള്ള കോയമ്പത്തൂർ യാത്രക്കാർക്ക് ഗുണം ലഭിക്കില്ല. ജൂൺ 15 രാവിലെ 9 മണിക്ക് കെഎസ്ആർടിസിയുടെ പാലക്കാട് ഡിപ്പോയിൽ വി.കെ. ശ്രീകണ്ഠൻ എം.പി. പദ്ധതിയുടെ ജില്ലാതല ഉദ്ഘാടനം നിർവഹിക്കും. രാവിലെ 8:30 മുമ്പ് ഓർഡിനറി ബസ്സിൽ യാത്ര ചെയ്യുന്നവർക്ക് യാത്രാ സൗജന്യം ലഭിക്കില്ല. പാലക്കാട് ജില്ലയിൽ 189 സർവീസുകൾ സ്ത്രീ സൗജന്യ യാത്രയ്ക്കായുണ്ട്. ഓർഡിനറി ടൗൺ ടു ടൗൺ ബസ്സുകളിലും സൗജന്യ യാത്ര അനുവദിക്കും. ഇന്നലെയാണ് ഇത് സംബന്ധിച്ച ഉത്തരവ് പുറത്തിറങ്ങിയത്. പാലക്കാട്, വടക്കഞ്ചേരി, ചിറ്റൂർ, മണ്ണാർക്കാട് ഡെപ്പോകളിലെ 114 ബസ്സുകളാണ് സർവീസ് നടത്തുന്നത്. പാലക്കാട് ഡിപ്പോയിൽ 52, ചിറ്റൂരിൽ 20, വടക്കഞ്ചേരി, മണ്ണാർക്കാട് ഡിപ്പോകളിൽ 21 വീതവുമാണ് ഓർഡിനറി ബസ്സുകളുള്ളത്. സംസ്ഥാനത്ത് ഏറ്റവും കുറവ് ഓർഡിനറി ബസ്സുകളുള്ള ജില്ലകളിലൊന്നാണ് പാലക്കാട് ജില്ല. പ്രിയദർശിനി സ്റ്റിക്കർ പതിച്ച ബസ്സുകളിലാണ് സൗജന്യം അനുവദിക്കുക. ഓർഡിനറി ബസ്സുകളിൽ സ്ഥലപ്പേര് വെള്ള ബോർഡിൽ കറുത്ത നിറത്തിൽ ആയിരിക്കും. പാലക്കാട് ഡിപ്പോയിൽ നിന്ന് തൃശൂർ, കോഴിക്കോട്, സുൽത്താൻ ബത്തേരി, മാനന്തവാടി എന്നിവിടങ്ങളിലേക്ക് സർവീസുകളുണ്ട്. കോയമ്പത്തൂരിലേക്ക് ഓർഡിനറി സർവീസില്ല. 15 മിനിറ്റ് ഇടവിട്ട് തൃശൂരിലേക്കും കോഴിക്കോട്ടേക്കും ഓർഡിനറി സർവീസുണ്ട്. ചിറ്റൂരിൽ നിന്ന് തൃശൂരിലേക്കും കൽപ്പറ്റയിലേക്കും ഓരോ സർവീസുണ്ട്. വടക്കഞ്ചേരിയിൽ നിന്നും തൃശൂരിലേക്ക് 4 സർവീസുണ്ട്. ചിറ്റൂരിൽ നിന്ന് 1 മണിക്കൂർ ഇടവിട്ട് കോയമ്പത്തൂരിലേക്ക് ഓർഡിനറി സർവീസുണ്ട്. പാലക്കാട് ഡിപ്പോയിൽ നിന്ന് അരമണിക്കൂർ ഇടവിട്ട് ചിറ്റൂർ വഴി പൊള്ളാച്ചിയിലേക്കും സൗജന്യ സർവീസുണ്ട്. പാലക്കാട് നിന്ന് ഗുരുവായൂർ, പട്ടാമ്പി, ഒറ്റപ്പാലം ഭാഗത്തേക്കും ഓർഡിനറി സർവീസുണ്ട്. വടക്കഞ്ചേരിയിൽ നിന്ന് ഗുരുവായൂരിലേക്ക് 2 സർവീസുമുണ്ട്. ഓർക്കുക, പെൺകുട്ടികൾ മുതൽ പ്രായമായവർ വരെ എല്ലാ വിഭാഗം വനിതകൾക്കും ഓർഡിനറി ബസ്സുകളിൽ പൂർണ്ണമായും സൗജന്യ യാത്രയാണ്. ഈ യാത്രകൾക്ക് ദൂരപരിധിയില്ല. സംസ്ഥാനത്തിന് പുറത്തേക്കും ഓർഡിനറി ബസ്സുകളിൽ സൗജന്യ യാത്ര ചെയ്യാം. മലയാളികൾക്ക് മാത്രമല്ല, അന്യസംസ്ഥാന വനിതകൾക്കും യാത്ര സൗജന്യമായിരിക്കും. യാത്ര ചെയ്യുന്ന എല്ലാ വനിതകൾക്കും 0 ടിക്കറ്റ് നൽകും. സൗജന്യ യാത്ര അനുവദിച്ചിരിക്കുന്നതിനാൽ വിദ്യാർത്ഥിനികൾക്ക് ഇനി മുതൽ കൺസെഷൻ ടിക്കറ്റ് എടുക്കേണ്ടതില്ല. ലിംഗ ന്യൂനപക്ഷങ്ങൾക്കും ഈ പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കും. UTV ന്യൂസ്, പാലക്കാട്.